നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിലെത്തുകയാണ്. സുപ്രധാനമായ ചർച്ചയാണ്. ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഏതാണ്ട് 7ാം തവണയാണ് ട്രംപ് നെതന്യാഹു കാണുന്നത്. കഴിഞ്ഞ ചർച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6ാമത്തെ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇറാനെതിരായ അതിശക്തമായ ആക്രമണം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി ഒരു സമാധാനമുണ്ട്. ക്രൂഡ് ഓയിൽ വില ആഗോളതലത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ നെതന്യാഹുവിൻ്റെ വരവ് എന്തിനാണ് എന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങളെമ്പാടും. കാരണം പൂർവാധികം ശക്തിയോടെ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം പ്രധാനമാണ്. അതോ നെതന്യാഹുവിനോട് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുമോ എന്നത് കാത്തിരുന്ന് കാണണം. വിശദമായി തന്നെ നമുക്ക് ഈ വാർത്ത ചർച്ച ചെയ്യണം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ അഭ്യർത്ഥിച്ചതിനാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ട്രംപ്. വൈകിയാൽ വൻ ആക്രമണമെന്ന മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിലില്ലെന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൗസിൽ. സൗദി തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് സൗദി. എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും സൗദി സേന. ഇറാഖ് സർക്കാരിന് സൗദിയുടെ മുന്നറിയിപ്പ്. ഇറാഖിലെ US കോൺസുലേറ്റിന് സമീപം ആക്രമണം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെ തീയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടറും. ഒഴിപ്പിച്ചത് 3.5 ലക്ഷത്തോളം പേരെ. പാരീസിന് നടുക്കി തെരുവിൽ വൻ കത്തിക്കുത്ത്. ഗർഭിണിയടക്കം 3 സ്ത്രീകൾക്ക് കുത്തേറ്റു. അക്രമിയെ ചൂലും കസേരയും കൊണ്ട് തല്ലി വീഴ്ത്തി നാട്ടുകാർ. സ്ത്രീകളെ കൊല്ലാൻ അള്ളാഹു അയച്ചതാണെന്ന് വിളിച്ചു പറഞ്ഞ അക്രമി. വൈഭവ് സൂര്യവംശിയുടെ ഫോം സഞ്ജു സാംസണ് തിരിച്ചടിയോ? ആരുടെ സ്ഥാനത്താണോ കയറിപ്പറ്റുന്നത് അവരെ ഇനി തിരികെ വരാൻ അനുവദിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ. വൻ വളർച്ചയാണ് വൈഭവിന്റെ കളിയിലും വ്യക്തിത്വത്തിലും ഉണ്ടായത് എന്ന് VVS ലക്ഷ്മൺ. അർജന്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ വീണ്ടും നടത്തണമെന്ന ആവശ്യവുമായി ഓൺലൈൻ ക്യാമ്പയിൻ. ഹർജിയിൽ ഒപ്പിട്ടത് 3 ലക്ഷം പേർ. ക്യാമ്പയിൻ തുടങ്ങിയത് അർജന്റീന ആരാധകയായ ഗിസല സാഞ്ചസ്. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. 1 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം വേണമെന്ന ആവശ്യവും ഇന്ന് ഹൈക്കോടതിയിൽ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച. പ്രതിപക്ഷം സഹകരിക്കും. പ്രിയങ്ക ഗാന്ധിയടക്കം ചർച്ചയിൽ പങ്കെടുക്കും. പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോൺ ആപ്പ് വഴി രാജ്യവ്യാപകമായി കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. തിരുവനന്തപുരം പോങ്ങുമൂട്ടിലെ ഓഫീസിലെ പരിശോധനയിൽ 18 ഉത്തരേന്ത്യക്കാർ കസ്റ്റഡിയിൽ. 50ഓളം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഇന്ന് ഹൈക്കോടതിയിലേക്ക്. കേസെടുക്കാൻ ആവശ്യപ്പെട്ട് അപ്പീൽ നൽകും. അൻസിബയുടെ പരാതി തള്ളിയത് എറണാകുളം CJM കോടതി. കേരളത്തിൽ മൺസൂൺ മഴയിൽ ഉണ്ടായത് വൻ ഇടിവ്. കാലവർഷത്തിൽ 37% കുറഞ്ഞു. ഇടുക്കി, വയനാട് ജില്ലകളിൽ ആകെ കിട്ടിയത് 42% മഴ മാത്രം. ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. നമ്മുടെ തലക്കെട്ടുകളിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നതായപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. ട്രംപുമായുള്ള 7ാമത്തെ കൂടിക്കാഴ്ചയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം. കഴിഞ്ഞ 6 കൂടിക്കാഴ്ചകളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു.
ആറാമത്തെ കൂടിക്കാഴ്ചയിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിക്കാൻ ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചത്. പിന്നീട് വ്യാപകമായ ആക്രമണമായിരുന്നു ഇറാന് നേരെ. വൻ നാശനഷ്ടങ്ങൾ വിവിധ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഈ ഏഴാമത്തെ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇതിനിടയിൽ ഇറാൻ അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചത് എന്ന ട്രംപിൻ്റെ പ്രസ്താവനയും വന്നു. അത് മാത്രമല്ല, സമാധാന ചർച്ചകൾ വൈകിയാൽ അല്ലെങ്കിൽ തീരുമാനം വൈകിയാൽ കനത്ത ആക്രമണമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ചർച്ച പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ ഈ വൈറ്റ് ഹൗസ് സന്ദർശനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാന്റെ മറുപടിയായി വന്നത് തങ്ങൾ ആരോടും ഒന്നും യാചിക്കില്ല, യാചന തങ്ങളുടെ രക്തത്തിലില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായിയുടെ മറുപടി. സമാധാനം കഴിഞ്ഞ 4 ദിവസമായി ഉണ്ടെങ്കിലും ആക്രമണ പരമ്പരകൾക്ക് കുറവുണ്ടെങ്കിലും ഇത്തരം വാദപ്രതിവാദങ്ങൾ ഏത് തരത്തിൽ യുദ്ധത്തെ സമാധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വരവ് പ്രധാനമാണ്. അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്, യാചന തങ്ങൾക്കൊപ്പമില്ല എന്ന്, രക്തത്തിലില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ പക്കൽ ഇപ്പോഴുമുണ്ട് എന്ന് പറയുകയാണ്. എന്താകും ഇനിയുള്ള പശ്ചിമേഷ്യയിലെ സ്ഥിതി? രഞ്ജിത്ത്, നെതന്യാഹുവും ട്രംപും എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ 5 മാസത്തെ കാലയളവിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. ഫെബ്രുവരി 28-ന് ഖമേനി കൊല്ലപ്പെടുകയാണ്. ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇറാന്റെ നേതാക്കൾ കൊല്ലപ്പെടുന്നു. 4 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് അമേരിക്ക വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ 5 മാസം പിന്നിടുകയാണ് രഞ്ജിത്ത്. അവിടെയാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ നിലപാട്. അവർ പറയുകയാണ്, യാചന ഞങ്ങൾക്ക് ശീലമില്ല, ആരുടെ മുമ്പിലും യാചിക്കാനില്ല, യുദ്ധം ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്ന്. അവരുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഹാജ ബാബായിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ നേതാക്കളുടെ നിലപാടും പരിശോധിച്ചാൽ, മുസ്തഫ ഖമേനി ആകട്ടെ, പെസഷ്കിയാനാകട്ടെ, അരഗാച്ചിയാകട്ടെ, ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന അവരെല്ലാം തന്നെ ഈ അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിക്കുന്നില്ല. പലപ്പോഴും സമാധാനം കൊണ്ടുവരാൻ ചില നേതാക്കളെങ്കിലും ശ്രമിക്കുന്നുവെങ്കിലും ആത്യന്തികമായി ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഈ നിമിഷം വരെ അവർ അതിശക്തമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ സീനിൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്തൊരു പേരാണ് ഇറാഖ് സൗദിയെ ആക്രമിക്കുന്നു. സൗദിയാണ് കരയുദ്ധം വേണമെന്നാവശ്യപ്പെട്ടത്. ഇറാനെ ആക്രമിക്കണം, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട ഒരു രാജ്യമാണ് സൗദി. ഇറാഖിനെ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇറാഖിൽ നിന്ന് സൗദിക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ആക്രമണമാണ്. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രം, അല്ലെങ്കിൽ അവരുടെ റിഫൈനറി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആരാംകോയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് ഇങ്ങനെ ഇറാഖ് ആക്രമണം നടത്തുന്നത്. അവിടെ സൗദി പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഹൂതികൾ, അവർ യമനിലെ സായുധ വിഭാഗമാണ്. അവർ ഹോർമുസ് ഇറാൻ അടച്ചതോടുകൂടി ചെങ്കടൽ വഴി യൂറോപ്പിലേക്കുള്ള സൗദിയുടെ യാത്രകൾ, അല്ലെങ്കിൽ തെക്കോട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സൗദിയുടെ കപ്പലുകൾ സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു വശത്ത് ഹൂതികൾ ഇങ്ങനെ കപ്പലുകൾ തടയുന്നു, കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. പ്രതീക്ഷിക്കാതെ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് സൗദിയിലേക്ക് ആക്രമണം നടക്കുന്നു. അതായത് സൗദിയെ ഇപ്പോൾ വളഞ്ഞിട്ടടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും അതാണ് ഈ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ എത്ര തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാഖിലേക്ക് സംഭവിച്ചാലും, ഇറാഖിലേക്ക് വലിയ ആക്രമണങ്ങൾ 13 ദിവസം അമേരിക്ക നടത്തിയെന്നുള്ള കാര്യം സംശയമില്ല. കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി, ജനവാസ മേഖലയിലൊക്കെ സംഭവിച്ചു. പക്ഷേ അതിന് എതിരായി ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ പേടിപ്പിക്കുന്നത് ഹൂതികളുടെ സാന്നിധ്യമൊന്ന്, ഹൂതികളുടെ പിന്തുണ ഇറാന് ഉള്ളത്. അതുമാത്രമല്ല, ഇറാൻ്റെ പല ആക്രമണങ്ങളും ഗൾഫ് മേഖലകളിലേക്ക് സംഭവിക്കുന്നത്, ഗൾഫിലെ പലതരത്തിലുള്ള പ്രവിശ്യകളും നശിപ്പിക്കുന്നത്, അമേരിക്കയുടെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണം, ഒപ്പം വേണമെങ്കിൽ ഇസ്രായേലിനെയും ആക്രമിക്കാം ഇറാന്, അതിനുള്ള ആയുധശേഷിയൊക്കെ ഇപ്പോഴും അവരുടെ പക്കലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ട്രംപ് ഒന്ന് പുറകോട്ട് വലിഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ നെതന്യാഹു വന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചാൽ, നിർബന്ധം പിടിച്ചാൽ, ഒരു അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ ഒരു കാര്യമായ ആക്രമണത്തിന് അമേരിക്ക മുതിരുമോ എന്നുള്ള സംശയമാണ് ലോകരാജ്യങ്ങൾക്കുള്ളത്. രഞ്ജിത്ത്, അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. ട്രംപ് അല്ലെങ്കിൽ അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം. കാരണം അമേരിക്കയിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ നിലപാടുകളുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാർ ഉൾപ്പെടെ
ഇതിനെ എതിർക്കുന്ന ഒരു നിലയുണ്ട്. ട്രംപിന് സ്വന്തം കൂട്ടരിൽ നിന്ന് പോലും അങ്ങനെ അത്ര കണ്ട് പിന്തുണ കിട്ടിയിരുന്നില്ല. പക്ഷേ ഗ്രഹാമിൻ്റെയൊക്കെ മരണം സംഭവിച്ചതോടുകൂടി നാറ്റോ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി കുറച്ചുകൂടി സ്വതന്ത്രമായി ഇടപെടാൻ ട്രംപിന് കഴിഞ്ഞിരുന്നു. യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ US സെൻട്രൽ കമാൻഡിൻ്റെ നിലപാട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ ബ്രാഡ് കൂപ്പർ ട്രംപിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമുണ്ടാകും, വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകും, അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക ചെന്ന് വീഴാൻ പോകുന്നത് എന്ന് ട്രംപിനെ ഉപദേശിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സെൻട്രൽ കമാൻഡിൻ്റെ മേധാവി ബ്രാഡ് കൂപ്പറാണ് അങ്ങനെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നത്. ഇതോടുകൂടിയാണ് ട്രംപ് പിന്നാക്കം പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലേക്ക് ഒരു തരത്തിലുള്ള ആക്രമണവുമില്ല. സൗദിയെ സംബന്ധിച്ച് ഗൾഫിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൂതികൾ ഒരു വശത്തുണ്ട്, ഹിസ്ബുള്ള ഇസ്രായേലുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലെബനൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാം, അങ്ങനെ സിറിയയുടെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ സൗദിയിലേക്ക് ആക്രമണം ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ഇറാൻ ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകുന്നു എന്നതാണ് ആരോപണം. അവിടെയാണ് റഷ്യ ഇങ്ങനെ വലിയ തോതിൽ പണവും ആയുധങ്ങളും ഒക്കെ തന്നെ ഇറാന് നൽകുന്നു. കാസ്പിയൻ കടൽ വഴി ഇറാനിലേക്ക് വലിയ തോതിൽ റഷ്യ ഇങ്ങനെ ആയുധങ്ങളും പണവും മറ്റ് സാമഗ്രികളും മരുന്നും അടക്കമുള്ള കാര്യങ്ങൾ ഒഴുക്കുന്നു എന്ന ഒരു സംഗതി വരുന്നത്. അവിടെയാണ് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി കാസ്പിയൻ കടലിൽ ഇറാൻ്റെ കപ്പൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, 2 തീരങ്ങൾ ഈ കാസ്പിയൻ, നമ്മൾ ഈ ഹോർമൂസിലെ ഉപരോധം ഒക്കെ നിലനിൽക്കുമ്പോഴും ഉപരോധമുണ്ട് എന്ന് പറയുമ്പോഴും റഷ്യയും ഇറാനും തമ്മിൽ കടൽ മാർഗം കരമാർഗം ബന്ധിക്കുന്ന മറ്റ് രീതികളെല്ലാം ഉണ്ട്. അവർക്ക് ആയുധങ്ങളോ മറ്റ് സാമഗ്രികളോ ഒക്കെ കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അവിടെയാണ് അമേരിക്കയ്ക്ക് ചില പ്രതിസന്ധികൾ കൂടി ഉണ്ടാകുന്നത്. അവരുടെ എയർ ഡിഫൻസ് ഇൻ്റർസെപ്റ്ററുകൾ അത് വലിയ തോതിൽ ഗണ്യമായി കുറയുന്നു എന്നതാണ്. കാരണം സഖ്യരാജ്യങ്ങളുണ്ട്, ഗൾഫിലെ രാജ്യങ്ങൾക്ക് അമേരിക്ക ഈ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പണം വാങ്ങി നൽകുന്നതുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ അല്ലാതെ നൽകുന്നതുമുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ബജറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ പാട്രിയറ്റ് താഡ് എന്ന് പറയുന്ന 2 പ്രതിരോധ സംവിധാനങ്ങൾ ഇത് വിവിധ രാജ്യങ്ങളിൽ ബഹ്റിനും സൗദിയിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലും ഒക്കെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലും അവരുടെ ഈ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങളായി ഒരുക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഗണ്യമായി കുറയുന്നു. അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് ഉദ്യോഗസ്ഥരാണ്. അത് ട്രംപിനെ പുറകോട്ടടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടെ ഇറാഖിലെ എർബിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണം എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എർബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലിഫാൻ സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇറാഖിലെ ഏറ്റവും വലിയ പാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിൻ്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിലിൽ ആക്രമണമുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഖോർമോറിലും ആക്രമണമുണ്ടായതെന്ന് ഇറാഖ് വ്യക്തമാക്കിയാണ്. ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുകയും സൗദിയുടെ ഭീഷണിയൊക്കെ ഉള്ളപ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ എന്നുള്ളത് ചേർത്ത് വെക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ആ മേഖലയിൽ സംഘർഷം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് ലക്ഷണം കൂടിയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്നും എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്നും സൗദി സേന അറിയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഡ്രോൺ ആക്രമണ ശ്രമം തങ്ങളുടെ രാജ്യത്ത് നിന്നാണ് എന്ന് ഇറാഖ് മനസ്സിലാക്കണമെന്നും വ്യോമാതത്തിലേക്ക് കടന്നു കയറിയാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാഖിന് സൗദിയുടെ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ യുദ്ധം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ മാത്രമല്ല വിനോദ്, മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. കാസ്പിയൻ കടലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇറാഖും സൗദിയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും യുദ്ധത്തിൻ്റെ ഗതി മാറുന്ന സാഹചര്യമാണ്. സൗദിയുടെ ആക്രമണത്തെ, സൗദിയുടെ പ്രതിരോധത്തെ എങ്ങനെ കാണണം? രഞ്ജിത്ത്, നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ സൗദിയും ഇറാഖും തമ്മിലുണ്ടാകുന്നു. ചരിത്രത്തിലേക്ക് കൂടി നമ്മൾ പോകണം. സദാം ഹുസൈൻ്റെ തൂക്കിക്കൊല, ആ മരണം മുതൽ ഇങ്ങോട്ട് അമേരിക്കയുടെ അധിനിവേശം അംഗീകരിക്കില്ല എന്ന പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങളുടെയെങ്കിലും നിലപാട്, അത് ഇറാഖാകട്ടെ, ഇറാനാകട്ടെ, ലിബിയ ആകട്ടെ, സിറിയ ആകട്ടെ, യമനാകട്ടെ, അങ്ങനെ
കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ അതിശക്തമായി തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അധിനിവേശത്തെ ചെറുക്കാൻ അതിശക്തമായി നിലപാടെടുക്കുന്നത്. അവിടെ അമേരിക്കയും ഇസ്രായേലും പതറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനുമായി സൗദി ഒരു യുദ്ധ കരാറുണ്ടാക്കുന്നു, അല്ലെങ്കിൽ സൈനിക കരാറുണ്ടാക്കുന്നു. സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടുമെന്ന്. അങ്ങനെ ഒരു ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് ആക്രമണം ഉണ്ടായപ്പോൾ, ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ ഇടപെടുകയും ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു സൗദിയെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ഇറാൻ അവിടെ തന്ത്രപരമായി പിന്മാറുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിലും ഇറാൻ നേരിട്ട് സൗദിയെ ആക്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നേരിട്ട് ഇറാൻ ആക്രമിക്കുന്നില്ല. ഇപ്പോൾ വരുന്നത് ഇറാഖിൽ നിന്നുള്ള ആക്രമണമാണ്, ഹൂതികളുടെ ആക്രമണമാണ്. അങ്ങനെ സൗദിയെ വട്ടം വെച്ച് മറ്റ് രാജ്യങ്ങൾ, ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾ സൗദിയെ ആക്രമിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഹോദര രാജ്യങ്ങളാണ്, ഗൾഫിലെ രാജ്യങ്ങൾ ഞങ്ങളുടെ സഹോദര രാജ്യങ്ങളാണ്, അവരെ ആക്രമിക്കാൻ ഒരു താല്പര്യവുമില്ല, അവരുമായി ഏറ്റുമുട്ടലിന് ഒരു താല്പര്യവുമില്ല, ഹോർമുസ് ഞങ്ങൾ ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്, അവരുടെ കപ്പലുകളും ഞങ്ങളുടെ കപ്പലുകളും അതിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് സൈനിക താവളം തുറന്നു കൊടുത്തത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്, ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ ഇറാഖിലേക്ക് കൂടി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എർബിലെ US കോൺസുലേറ്റിലേക്കാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തീവ്ര ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന്, വിമത ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സൗദിയിൽ നിന്ന്, ഇറാനിൽ നിന്നല്ല, സൗദിയിൽ നിന്ന് ഇറാഖിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് സൗദിയുടെ ഔദ്യോഗികമായ ആക്രമണം തന്നെയാണ്. അതേസമയം സൗദിയിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളെ ഇറാഖിൻ്റെ ഔദ്യോഗിക ഭരണകൂടം ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അത് ഏൽക്കുന്നില്ല. ഞങ്ങളാണ് സൗദിയിലേക്ക് ആക്രമണം നടത്തുന്നതെന്ന് ഇറാഖിൻ്റെ ഔദ്യോഗിക ഭരണകൂടം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് നിർബാധം സൗദിയിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. അതേസമയം തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ഇറാഖിലേക്ക്. ഖലീഫാൻ, സോറാൻ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാതകപ്പാടമായ ഖോർമോർ, അവിടേക്കൊക്കെ തന്നെ സൗദിയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഇറാഖ് ഔദ്യോഗികമായി കൈയൊഴിയുന്നുണ്ടെങ്കിലും ഇറാഖിൻ്റെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൗദിയിലേക്ക് ആക്രമണം നടക്കുന്നതെന്ന് സൗദി ഭരണകൂടം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാഖിൻ്റെ പല ഭാഗത്തേക്ക് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ സൗദി ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇന്ന് നെതന്യാഹുവും ട്രംപും ചർച്ച നടത്തുമ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ എത്ര നാൾ മുമ്പോട്ട് പോകും, ഇതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാകും. നെതന്യാഹുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും. തീർച്ചയായും വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത് വിശദമായി തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത്, അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കുറവാണ് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ. അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളൊക്കെ അമേരിക്കയിൽ തന്നെ, അല്ലെങ്കിൽ ഡിഫൻസ് വിദഗ്ധർ കാര്യമായി നടത്തുന്നുണ്ട്. ഈ മാസം ആദ്യം പെൻസിൽവാനിയ ഡിഫൻസ് ആൻഡ് ഇന്നൊവേഷൻ ഉച്ചകോടിയിൽ അമേരിക്കയിലെ പ്രമുഖ പ്രതിരോധ കമ്പനികളുടെ സിഇഒമാർക്കൊപ്പം ട്രംപും വേദിയിലെത്തിയപ്പോൾ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സന്ദേശം ഇതായിരുന്നു: കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുക, അവ വേഗത്തിൽ നിർമ്മിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച ഗുണനിലവാരമാണ് നമുക്കുള്ളത്. US ആർമി വാർ കോളേജിൽ ഒത്തുകൂടിയ ആയുധ നിർമ്മാതാക്കളോട് ട്രംപ് പറയുകയാണ്. അതോടൊപ്പം സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെക്സത്തും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അല്പം കൂടി വേഗത ആവശ്യമാണ് എന്നും അമേരിക്കൻ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനും US-ന്റെ യുദ്ധശേഷിയും, ഹെക്സത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആയുധശേഖരവും, ആർസനൽ ഓഫ് ഫ്രീഡം എന്നാണ് ഉദ്ദേശിച്ചത്, ശക്തിപ്പെടുത്താനുള്ള ഇരട്ട ലക്ഷ്യങ്ങളുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ട്രംപ് ഭരണകൂടം ഈ ഉച്ചകോടിയെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ വർഷം ആദ്യം നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ഇറാനിൽ ഏകദേശം 40 ദിവസത്തോളം നീണ്ടുനിന്ന തീവ്രമായ യുദ്ധനീക്കങ്ങൾ ആദ്യമുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന തിരിച്ചടി ആക്രമണമുണ്ടായിരുന്നു. അത്യാധുനികവും നിർമ്മിക്കാൻ പ്രയാസമേറിയതുമായ ആയുധങ്ങൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ട കാര്യം പലപ്പോഴും പരാമർശിക്കപ്പെടാതെ പോയി. കാരണം ഈ യുദ്ധത്തിനായി ഇതുവരെ $37.5 ബില്യൺ, 28 ബില്യൺ പൗണ്ട് ചെലവായെന്നും അതിൽ ഭൂരിഭാഗം ആയുധങ്ങൾക്കായാണ് ചിലവഴിച്ചതെന്നും US സർക്കാർ വ്യക്തമാക്കിയത് വളരെ വൈകിയാണ്. അന്നൊക്കെ തങ്ങളുടെ പക്കലുള്ള അതിവിദഗ്ധമായ ചെലവേറിയ ആയുധങ്ങൾ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിൻ്റെയും അമേരിക്കൻ പെൻറ്റഗണിൻ്റെയും ഒക്കെ തരത്തിലുള്ള പ്രചരണം. പക്ഷേ പിന്നീട് വ്യക്തമാകുന്ന കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിൽ പക്കലുണ്ടായിരുന്ന മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഇറാനെ അറ്റാക്ക് ചെയ്യാനും അവരുടെ ഗൾഫ് മേഖലകളിലെ ആക്രമണത്തെ പ്രതിരോധിക്കാനും വേണ്ടി വന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 8-ന് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴേക്കും
ഇറാനിലുടനീളം ഏതാണ്ട് 13,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ US സേന ആക്രമിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയാണ്. ഇതേ കാലയളവിൽ ഏതാണ്ട് 1,700-ലധികം ഇറാനിയൻ ഡ്രോണുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടയുന്ന പശ്ചാത്തലമുണ്ടാക്കുന്നു. ഇതൊക്കെ വന്നത് ഗൾഫ് മേഖലകളിലേക്കാണ്. ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും സൗദിയിലേക്കും മറ്റുമാണ്. അമേരിക്കയുടെ ഖത്തറിലെയും ബഹ്റിനിലെയും കുവൈറ്റിലെയും ഒക്കെ യുദ്ധത്താവളങ്ങളിലേക്കാണ്, സൈനിക താവളങ്ങളിലേക്കാണ് ഇതിനൊക്കെ അമേരിക്ക ഉപയോഗിച്ചത്. കാരണം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി. ആദ്യഘട്ടത്തിലൊക്കെ വലിയ നാശനഷ്ടമുണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ യുദ്ധം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുള്ള ആശങ്കയായി പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥർ, അമേരിക്കയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ, വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം ട്രംപിന് ഉപദേശം നൽകുകയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയുധശേഖരത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കുറവുണ്ടെന്ന കാര്യം കഴിഞ്ഞ ദിവസം ട്രംപ് നിഷേധിക്കുന്നു. ലോകത്താരേക്കാളും അധികം ആയുധശേഖരം നമുക്കുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതിലും വളരെ കൂടുതലാണ് ഇത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു മാധ്യമത്തോടാണ് ഇത് പറഞ്ഞത്. ഭരണകൂടത്തിനുള്ളിൽ കുറച്ചു കാലമായി ഇതൊരു ഗൗരവമേറിയ വിഷയമായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയുധശേഖരം കുറയുകയാണെന്ന കാര്യം ഹെക്സത്തും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരികയാണ്. കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു മാസം കൊണ്ട് മാറ്റം വരുന്നു. ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയിലെ നിർണായക കുറവുകൾ പരിഹരിക്കുന്നതിന് പെൻറ്റഗൺ അധികമായി $87 ബില്യൺ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ആഴ്ച സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിയോട്. അവിടെയാണ് വെടിക്കോപ്പുകൾക്കായുള്ള കൃത്യമായ ചെലവും അവശേഷിക്കുന്ന ശേഖരത്തിൻ്റെ വിവരങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. അവിടെയാണ് ഈ പണം വേണമെന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ആയുധശേഖരത്തിൻ്റെ വലിയൊരു പങ്ക് തീർന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ഏത് ആൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അമേരിക്കയുടെ ആയുധശേഖരത്തിൻ്റെ വിവരങ്ങൾ അതീവ രഹസ്യമാണ്, അങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ആയുധശേഖരം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവ പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക പ്രയാസകരമാണ് എന്നുള്ളതാണ്. ഇത് ഏതുതരം വെടിക്കോപ്പാണെന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. എങ്കിലും ഒരു മിസൈൽ നിർമ്മിക്കാൻ ചുരുങ്ങിയത് 1 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. അതായത് ഇത്രയും നാൾ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന ആയുധശേഖരത്തിൻ്റെ വലിയൊരു ശതമാനം ഇപ്പോൾ ഇറാഖ് യുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ചു. ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന ഈ CSISൻ്റെ പ്രതിനിധിയായ മാർക്ക് കാൻസിയൽ പറയുന്നത് വേഗത കൂട്ടാൻ നമുക്കൊന്നും ചെയ്യാനാവില്ല മിസൈൽ നിർമ്മാണത്തിൻ്റെ. കാരണം 5 വർഷം വരെ ഒരു മിസൈൽ നിർമ്മിക്കാൻ എടുക്കും. അതുവരെ ഈ സൈനിക ചുമതലകളും ലക്ഷ്യങ്ങളും നിറവേറ്റാൻ കഴിയാത്ത വിധം അത്ര വേഗത്തിലാണ് US-ൻ്റെ വെടിക്കോപ്പുകൾ ഇപ്പോൾ ഉപയോഗിച്ച് തീർക്കുന്നത് എന്നുള്ളതാണ്. നിർണായകമായ ആയുധങ്ങൾ നിരവധി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൂടി ഈ സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പ്രധാനമായും 2 വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്ന്, ദൂരപരിധി കൂടിയ ഗ്രൗണ്ട് അറ്റാക്ക്, അതായത് കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന സംവിധാനങ്ങൾ, ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. 2ആണ്, ഒന്ന് അടിക്കാനുള്ളത്, മറ്റൊന്ന് പ്രതിരോധിക്കാനുള്ളത്. അതിൽ കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന സംവിധാനങ്ങളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഒന്നാണ് ടൊമാഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ. സാധാരണയായി കപ്പലുകളിൽ നിന്നോ അന്തർവാഹിനിൽ നിന്നോ മറ്റോ ആണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇവയ്ക്ക് 1000 മൈലിലധികം, ഏതാണ്ട് 1600 കിലോമീറ്റർ ഇറാനിലൊക്കെ എത്തി ഇറാനെ ആക്രമിക്കാൻ തക്ക കപ്പാസിറ്റിയുള്ള മിസൈലാണ്. ഈ ലക്ഷ്യങ്ങളെ പോലും ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. കമാൻഡ് ബങ്കറുകൾ അല്ലെങ്കിൽ സുരക്ഷിതമാക്കിയ സൈനിക കേന്ദ്രങ്ങൾ പോലെയുള്ള കനത്ത സുരക്ഷയുള്ള സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ പൈലറ്റുമാരുള്ള വിമാനങ്ങളെ അപകടത്തിലാക്കാതെ തന്നെ കൃത്യമായി ആക്രമണം നടത്താൻ ഈ ആയുധങ്ങൾ അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിനിടെ നമ്മൾ മനസ്സിലാക്കണം, 1000-ലധികം ടോമാഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് CSISൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവയുടെ ശേഖരം യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് തിരിച്ചെത്താൻ 2031 വരെ സമയമെടുത്തേക്കാം. അതായത് ഇനിയും അമേരിക്ക കാത്തിരിക്കേണ്ടി വരാം. അതായത് ഈ മിസൈലുകളുടെ ഏറ്റവും പുതിയ പതിപ്പുകൾക്ക് ഏകദേശം 2 ദശലക്ഷം പൗണ്ട്, $2.6 ദശലക്ഷം വില വരും. ഇതുപോലത്തെ 1000 ആയുധങ്ങളാണ് അമേരിക്ക പൊടിച്ചു കളഞ്ഞത് എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്, അമേരിക്കയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗപ്പെട്ടത് പാട്രിയറ്റ് മിസൈലുകളാണ്. നമുക്കറിയാം, ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെട്ട പാട്രിയറ്റ് ആയിരുന്നു. വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്ന ഒരു കര അധിഷ്ഠിത മിസൈൽ സംവിധാനമാണിത്. കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ഏകദേശം 2330 മിസൈലുകളിൽ, പാട്രിയറ്റ് മിസൈലുകളിൽ 1430 എണ്ണത്തെയും ഈ സംഘർഷത്തിനിടയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓരോ പാട്രിയോട്ട് ഇൻ്റർസെപ്റ്റർ മിസൈലിനും
ഏകദേശം $4 ദശലക്ഷം വില എന്നുള്ളത് കൂടി ഓർക്കണം. $4 ദശലക്ഷം. അങ്ങനെയുള്ള 1360 എണ്ണമാണ് അമേരിക്ക പൊടിച്ചു കളഞ്ഞത്. 20,000 മുതൽ $50,000 മാത്രം വിലയുള്ള ഇറാനിയൻ ഡ്രോണുകളെ വെടിവെച്ചിടാൻ പോലും ഈ പാട്രിയറ്റ് മിസൈലുകൾ ആവർത്തിച്ച് ഉപയോഗിച്ചത് വലിയ ചെലവ് അമേരിക്കയ്ക്ക് വരുത്തിവെച്ചു. പക്ഷേ ഫലപ്രദമായ മാർഗമായിരുന്നുവെങ്കിൽ പോലും അത്തരം ചില കണ്ടെത്തലുകൾ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ മിസൈൽ നിർമ്മിക്കാനും വർഷങ്ങളെടുക്കും എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചേക്കണം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ചിലവുകൾ, മിസൈൽ ഉപയോഗമൊക്കെ പലപ്പോഴും അമേരിക്കയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്ത് 9 താഡ് ബാറ്ററികൾ മാത്രം പ്രവർത്തിക്കുന്നുള്ളൂ. അതിൽ 7 എണ്ണവും അമേരിക്കയുടേതാണ്. തുടർച്ചയായ ഉപയോഗം കാരണം റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ പ്രതിരോധിക്കാൻ നിർണായകമായ സംവിധാനം അമേരിക്കൻ സേനയ്ക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നും മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല, സഖ്യകക്ഷികൾക്ക്, ഗൾഫിലുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്കായാലും ഇപ്പോൾ യുക്രൈനായാലുമൊക്കെ വലിയ തോതിലുള്ള ആയുധങ്ങൾ അമേരിക്ക നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിന് ശേഷം യുക്രൈന് പലതരത്തിലുള്ള മിസൈലുകളും നൽകാൻ ട്രംപ് വിസമ്മതിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത് റഷ്യയുടെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാട്രിയറ്റ് സംവിധാനങ്ങളോ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളോ അടിയന്തരമായി ആവശ്യമാണെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടു എങ്കിൽ പോലും ഇത് നൽകാൻ അമേരിക്ക വിസമ്മതിച്ചതിന് പിന്നിൽ ഇത് വലിയ തോതിലുള്ള ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ ആയുധ നഷ്ടമാണ് എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, അമേരിക്കയുടെ കരുതൽ ശേഖരവും വ്യോമ പ്രതിരോധ ആയുധ നിർമ്മാതാക്കളുടെ ശേഷിയും വല്ലാതെ കുറയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവകാശവാദങ്ങൾക്ക് വലിയ തോതിലുള്ള യാഥാർത്ഥ്യമില്ല. അമേരിക്ക വലിയ കഷ്ടനഷ്ടങ്ങളിലാണ്, സാമ്പത്തികമായി പിന്നോട്ടാണ്. പക്ഷെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ GDP ഉള്ള ഒരു സംവിധാനമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധം ഒന്നാമത്തെ GDP ഉള്ള രാജ്യത്തേക്കാൾ, രണ്ടാമത്തെ GDP ഉള്ള രാജ്യത്തേക്കാൾ ഫാർ വലുതാണ് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി, സംശയമില്ല. അതുകൊണ്ട് ആ പണമുള്ളത് കൊണ്ട് അവർ പിടിച്ചു നിന്നേക്കാം. പക്ഷേ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധമുള്ള വലിയ തോതിലുള്ള നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വരുത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് സമ്മതിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അമേരിക്കയിലെ സംഘടനകൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അമേരിക്കയിലെ സർവേകളിലും മറ്റും ട്രംപിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധം നിർത്തിവെച്ച് തൽക്കാലം സമാധാനത്തിലേക്ക് പോകാനും മറ്റും ട്രംപ് തീരുമാനിക്കുകയും മറ്റും ചെയ്ത് ഇന്നിപ്പോൾ നെതന്യാഹുവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്താകും ട്രംപിൻ്റെ മനസ്സിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണും. യുദ്ധക്കുറ്റവാളി എന്ന് വിളിച്ചും ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി തനിക്കെതിരെ വിദ്വേഷവും ജൂതവിരുദ്ധതയും വളർത്തുകയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമർശനം. സെപ്റ്റംബറിൽ UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് ന്യൂയോർക്കിൽ എത്തുമെന്നും അത് അന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്. യഹൂദ ജനതയുടെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനായി ന്യൂയോർക്കിൽ എത്തുമെന്നാണ് പ്രഖ്യാപനം. ജൂതർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങി ന്യൂയോർക്കിലെ എല്ലാ ജനങ്ങളുടെയും മേയറാകേണ്ട ആളാണ് അദ്ദേഹം. എന്നാൽ ഒരു വിഭാഗത്തെ മറ്റൊന്നിനെതിരെ തിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് നെതന്യാഹുവിൻ്റെ ആരോപണം. മംദാനിയുടെ പ്രത്യയശാസ്ത്രങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന ഇടതുപക്ഷക്കാർ അമേരിക്ക ഇസ്രായേൽ നൽകി വരുന്ന പിന്തുണയെ ദുർബലപ്പെടുത്തുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് വ്യാജവും മുഖ്യ പ്രോസിക്യൂട്ടർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നടപടിയുമാണെന്നാണ് നെതന്യാഹുവിൻ്റെ കുറ്റപ്പെടുത്തൽ. ലൈംഗിക അതിക്രമ ആരോപണം തുടർന്ന് ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാനെ പുറത്താക്കിയ സാഹചര്യമൊക്കെ ഇതിനോട് ചേർത്ത് വെക്കണം. നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് മംദാനി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ വിഷയത്തിൽ ട്രംപിൻ്റെ പ്രതികരണവും വന്നിരുന്നു. നെതന്യാഹുവിനെ തൊടില്ല അമേരിക്കയിലെത്തിയാൽ എന്നാണ് ട്രംപ് പറഞ്ഞത്. പാരീസിനിടയ്ക്ക് തെരുവിൽ വൻ കത്തിക്കുത്ത്. ഗർഭിണിയടക്കം 3 സ്ത്രീകൾക്കാണ് അക്രമിയുടെ കുത്തേറ്റത്. സഹികെട്ട നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് കാണാം. സഹികെട്ട നാട്ടുകാരും വ്യാപാരികളും ഒക്കെ ചേർന്ന് അക്രമിയെ ചൂലും കസേരയും കൊണ്ട് തല്ലി വീഴ്ത്തിയാണ് ഈ സ്ത്രീകളെ അടക്കം രക്ഷിച്ചത്. ഇതിനിടയിൽ ഇയാളിങ്ങനെ 3ഓളം കത്തികൾ ഉപയോഗിച്ചു. ഇയാൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. തന്നെ സ്ത്രീകളെ കൊല്ലാൻ അള്ളാഹു പറഞ്ഞയച്ചതാണ് തന്നെ എന്നും മറ്റുമാണ് ഈ 31കാരൻ വിളിച്ചു പറഞ്ഞത്. വടക്കൻ പാരീസിലെ പോർട്ട് ഡി കൃഷിയിൽ രാവിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറിയാണ് 3 സ്ത്രീകളെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗർഭിണിയും പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ഉണ്ട്. സ്ത്രീകളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി.
ഇവരുടെ നില തൃപ്തികരമാണ് എന്ന് പോലീസ് അറിയിക്കുന്നു. 2 മൂർച്ചയേറിയ കത്തികൾ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ഇയാൾ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. വഴിപോക്കനായ യുവാവും ഒരു വ്യാപാരിയുമൊക്കെ ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്, അടിച്ചു വീഴ്ത്തിയത്. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരൻ കസേര ഉപയോഗിച്ച് ഇയാളെ നിലത്ത് തളച്ചിട്ടു. തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുകയായിരുന്നു. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് ഇയാളെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞത്. ഏതായാലും പരസ്പര ബന്ധമില്ലാതെ ഇയാൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞാണ് ഇയാൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഭീകരാക്രമണമാണ് എന്നൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇല്ല. പക്ഷേ പാരീസിനെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തു. കടലാസിന് പകരം പ്ലാസ്റ്റിക്, പോളിമർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്കിൻ്റെ തീരുമാനം അതിന് കേന്ദ്ര ധനമന്ത്രാലയം അംഗീകാരം നൽകി. പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെയും 20 രൂപയുടെയും 100 കോടി എണ്ണം വീതം പോളിമർ നോട്ടുകൾ ഇറക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപകമാക്കാനാണ് നീക്കം. അതിന് RBIയുടെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. കാരണം ഈ മറ്റ് പേപ്പർ നോട്ടുകൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. വെള്ളം വീണാലും കാലപ്പഴക്കം വന്നാലും ഒക്കെ നശിച്ചു പോകും. പക്ഷേ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ദീർഘായുസ്സുണ്ട് എന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നതായി കഴിഞ്ഞ മാസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പോളിമർ നോട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ ന്യായം. കൂടാതെ ഉയർന്ന പണവിനിമയം നടക്കുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് അനുയോജ്യമാണ് ഇത്തരം നോട്ടുകളെന്നും RBI പറയുന്നു. പുതിയ നീക്കം കടലാസ് കറൻസിയുടെ അന്ത്യത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള കടലാസ് കറൻസികൾക്കൊപ്പം, അതായത് ഈ കടലാസ് കറൻസികൾ പിൻവലിക്കില്ല, ഈ കറൻസികൾക്കൊപ്പമാകും പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുക. പ്ലാസ്റ്റിക് നോട്ടുകൾ എത്തുന്നതനുസരിച്ച് കടലാസ് നോട്ടുകൾ നിർത്തലാക്കില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കടലാസ് കറൻസികൾ പൂർണ്ണമായും മാറ്റാനുള്ള ആലോചന ഇല്ലെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. നോട്ടുകൾ പ്രചാരത്തിലെത്തിയ ശേഷം മാത്രമേ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റുകളെ ഇവ ബാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നേരത്തെ നമുക്കറിയാം, ഓസ്ട്രേലിയ ആഗോളതലത്തിൽ ഈ പോളിമർ കറൻസി നോട്ടുകൾ ആദ്യം ഉപയോഗിച്ചു തുടങ്ങി. 1988 അവർ ഉപയോഗം തുടങ്ങി. നിലവിൽ 60ഓളം രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് കറൻസികൾ ഉപയോഗിക്കുന്നുണ്ട്. 44,875 കോടി രൂപ ഈ 2025-26 സാമ്പത്തിക വർഷം നോട്ടുകൾ അച്ചടിക്കാൻ ചിലവ് വന്നു എന്നാണ്, കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ചിലവ് വന്നു എന്നാണ് ഇപ്പോൾ കണക്ക് പുറത്തു വരുന്നത്. അതിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ 6,372 കോടി രൂപയായിരുന്നു. മുഷിഞ്ഞ നോട്ടുകൾ നിരവധി പിൻവലിച്ച് നശിപ്പിച്ചിരുന്നു. ഏതാണ്ട് 1000 കോടി രൂപ വരും. അത് 2024 2025 ആയപ്പോഴേക്ക് അത് 2,386 കോടി എന്നുള്ള കണക്കാണ്. അങ്ങനെ നോട്ടുകൾ നശിക്കുന്നത്, നോട്ടുകൾ അച്ചടിക്കാനുള്ള ചിലവ് ഒക്കെ കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി RBIക്കും കേന്ദ്രത്തിനുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലും രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുകയാണ്. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമന ഉപാധികളുമൊക്കെ ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. എന്നാൽ എല്ലാറ്റിനെയും മറികടന്ന് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെയാണ് ഈ തീ എത്തിയെന്നുള്ള മുന്നറിയിപ്പ് ബോർഡോയുടെ മേയർ നൽകുന്നത്. തീ അണയ്ക്കാൻ ആഴ്ചകളെടുക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടലുകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടിയന്തര യോഗം ചേർന്നു. ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചുവെന്നാണ്. അത് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ഹെക്ടർ കാടാണ് കത്തിനശിച്ചത്. വിനോദുണ്ട്. വിനോദ്, ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ചൂട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ വലിയ കാട്ടുതീ. അത് വല്ലാത്ത തരത്തിൽ ആ രാജ്യങ്ങളെ ബാധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഒട്ടും നിയന്ത്രിക്കാനാവാത്ത വിധമാണോ ഇപ്പോൾ കാട്ടുതീ പടർന്നു കയറുന്നത്? രഞ്ജിത്ത്, ഫയർ ക്ലൗഡ് എന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ഈ കാട്ടുതീയുണ്ട്, ഇതിന് പുറമെയാണ് രാക്ഷസ മേഘങ്ങൾ. ഈ മേഘങ്ങൾ തീഗോളങ്ങളായി പല സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ വനമേഖലയിൽ തന്നെ പലയിടങ്ങളിലായി വീണ്ടും അഗ്നിബാധ സൃഷ്ടിക്കുന്നു. ഇത് എത്ര കണ്ട് മനുഷ്യസാധ്യമായ രീതിയിൽ ഇത് തീ കെടുത്താനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുന്നത്. ഇത് എത്ര കണ്ട് തടയാൻ കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ കാട്ടുതീ ഉണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഫ്രാൻസിലെ ബോർഡോ എന്ന നഗരം, അതിന് ഏറ്റവും അടുത്ത് 15 കിലോമീറ്റർ അകലെ വരെ ഈ കാട്ടുതീ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് 10,000-കണക്കിന് ആളുകളെയാണ് നഗരത്തിൽ നിന്ന് ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഈ തരത്തിൽ 5 ലക്ഷം ആളുകളെയെങ്കിലും, വിവിധ രാജ്യങ്ങളിൽ നിന്നായി 5 ലക്ഷം ആളുകളെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്.
നിരവധി വീടുകൾ ഒഴിപ്പിക്കുന്നുണ്ട്. ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിരവധി പ്രവർത്തകർ, അതായത് അഗ്നിശമന സേനാംഗങ്ങളും സൈനികരും അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ട്. മൃഗങ്ങളെ അടക്കം കഴിയാവുന്നതും രക്ഷിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യങ്ങൾ അവരെല്ലാം തന്നെ അവരുടെ സൈനിക ശക്തി മുഴുവൻ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. സ്പെയിനിലെ ജിറോണ്ട്, മാഡ്രിഡ്, അവില, ഗ്വാഡലഹാര തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കാട്ടുതീയുടെ ഭീഷണിയിലാണ്. ഇതിൽ ജിറോണ്ട് സ്പെയിനിലെ ഏറ്റവും വലിയ ഈ വൈൻ നിർമ്മാണ കേന്ദ്രമാണ്. അത്രയും കണ്ട് വലിയൊരു നഗരമാണ്. ആ നഗരത്തിന് തൊട്ടടുത്ത് വരെ കാട്ടുതീ എത്തുന്ന സാഹചര്യമുണ്ട്. പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ ക്ലൗഡാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. രഞ്ജിത്ത്, ഈ സാഹചര്യവുമായി ചേർന്ന് നിൽക്കുമോ എന്നത് വ്യക്തമല്ല. എങ്കിലും പറയുകയാണ്, നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ്. അവർ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാറ്റോയുടെ സമ്മേളനമുണ്ട്. അവിടെ ട്രംപ് സംസാരിക്കുമ്പോൾ ട്രംപിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂറോപ്പ് പൂർണ്ണമായും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഒരു യുദ്ധം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്കാണ് അവിടുത്തെ രാജ്യങ്ങൾ പോകുന്നത്. അവിടുത്തെ ഒരു നമുക്ക് സാമൂഹ്യ അന്തരീക്ഷം കൂടി, അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1949 ഫ്രാൻസിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം 2000 ശേഷമാണ് പലപ്പോഴും സ്പെയിനിലും ഫ്രാൻസിലും പോർച്ചുഗലിലുമൊക്കെ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ്. ക്രമാനുഗതമായി അവിടെ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള രാജ്യങ്ങളാണ്. മറ്റ് സമയങ്ങളിൽ, ഈ തീർത്തും തണുപ്പില്ലാത്ത സമയങ്ങളിൽ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയാണ്. ചൂട് എന്നത് പലപ്പോഴും അവരെ അങ്ങനെ അത്ര കണ്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള രാജ്യങ്ങൾ, നമുക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, കേരളത്തിലൊക്കെ വലിയ ചൂട് അനുഭവപ്പെടും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചൂട് വരും. പക്ഷേ സൂര്യൻ്റെ നേരിട്ടുള്ള ഒരു വികിരണം, അല്ലെങ്കിൽ ആ താപം നേരിട്ട് ഏൽക്കാത്ത പ്രദേശങ്ങളാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ. മഞ്ഞുമൂടിയ പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതും വലിയ കാട്ടുതീയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. ഏതായിരുന്നാലും ഉക്രൈനൊക്കെ അവരുടെ അടുത്ത് വരുന്ന രാജ്യമാണ്. റഷ്യയുമായി ചേർന്ന് ഉക്രൈനും യുദ്ധം നടത്തുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആകെ പരിഭ്രാന്തരാണ്. അവർക്ക് ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം ജീവനും കയ്യിൽ കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂട് വല്ലാതെ വർദ്ധിക്കുന്നു. അവർക്ക് ആ കാലാവസ്ഥ 40 ഡിഗ്രിക്ക് മുകളിലൊക്കെ വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ കാട്ടുതീ വ്യാപകമാകുന്നത്. മനുഷ്യനിർമ്മിതമാണ് കാട്ടുതീ എന്നുള്ള ആക്ഷേപം ഒരു തലത്തിലുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വ്യക്തത വരണം. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ രാജ്യങ്ങൾ വിചാരിച്ചിട്ട് പോലും ഈ കാട്ടുതീ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ കഷ്ടം. ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി പദവി രാജിവെച്ചതിന് പിന്നാലെ ഡൽഹിയിലെ ആഡംബർ ഹോട്ടലിൽ CJP പ്രവർത്തകർ നടത്തിയ വിജയാഘോഷം വലിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. നേതാക്കളും പ്രധാന സംഘാടകരും നൃത്തം ചെയ്തും മറ്റും ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതിരൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി ദുരിതം അനുഭവിക്കുമ്പോൾ നേതാക്കൾ ആഘോഷം നടത്തിയെന്നാണ് വിമർശനമുയരുന്നത്. സമരവിജയത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് നേതാക്കൾ ജന്തർ മന്ദറിൽ നിന്ന് മടങ്ങണമെന്ന് പ്രഖ്യാപിച്ച് സ്ഥലം വിട്ടതോടെയാണ് തലചായ്ക്കാൻ സ്ഥലമില്ലാതെ ഒട്ടേറെ പേർ വലഞ്ഞുവന്ന തുറന്നു പറച്ചിലുകളും മറ്റും പുറത്തു വന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവർ ഇതിനിടയ്ക്ക് നൃത്തം ചെയ്തും കോൾഡ് കോഫി കുടിച്ചുമൊക്കെ പ്രതിഷേധിക്കാനും പോരാടാനും അറിയാവുന്നവരാണെന്ന് CJP വക്താവ് സൗരവ് ദാസ് ഇതിന് മറുപടിയായി പറയുകയാണ്. അമ്മാവന്മാർക്കും അമ്മായിമാർക്കും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കാമെന്നും മറുപടി നൽകി CJP നേതാക്കൾ രംഗത്ത് വന്നു. അതേസമയം CJPയുടേത് ഇരട്ടത്താപ്പാണെന്നും ഇതിനൊക്കെ ആരാണ് ഫണ്ട് നൽകുന്നതെന്നായിരുന്നു BJPയുടെ ചോദ്യം. ഏതായാലും ഇപ്പോഴും അറസ്റ്റും ദുരിതവുമൊക്കെ ആയി ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആളുകൾ കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആഘോഷം എന്നുള്ളതാണ് വലിയ വിമർശന വിധേയമായിരിക്കുന്നത്. എഥനോൾ കലർത്തിയ പെട്രോളിനെതിരെ പ്രതിഷേധങ്ങൾ പുകയുന്നതിനിടെ വിഷയത്തിൽ പൊതുചർച്ച സംഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ഒരുങ്ങുകയാണ്. അതായത് EJP എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയുണ്ട്. അവർ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൂടി ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബിൽ ഓഗസ്റ്റ് 1 ശനിയാഴ്ച നാഷണൽ ടൗൺ ഹാൾ എഗെയിൻസ്റ്റ് E20 എന്ന ചർച്ച നടക്കുക. അതിന്
അരവിന്ദ് കെജ്രിവാളാകും നേതൃത്വം നൽകുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം അറിയിച്ചു. പരമാവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. നാഷണൽ ടൗൺ ഹാൾ എഗൻസ്റ്റ് E20 ചർച്ച അതിൽ ഓൺലൈനായും ആളുകൾക്ക് പങ്കെടുക്കാമെന്ന് പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്പറൊക്കെ നൽകിയിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ലിങ്ക് കിട്ടും. E20 പെട്രോൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയിലേക്ക് പരമാവധി ആളുകളെ ക്ഷണിക്കുന്നുവെന്നാണ് കെജ്രിവാളിൻ്റെ നിർദ്ദേശം. വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചവരും വിദഗ്ധരും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം ഓൺലൈൻ നിവേദനവുമായി പ്രധാനമന്ത്രി മോദിയുടെ വീട്ടിലേക്ക് താൻ പോകും എന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ മോദിയെ കാണണം ഈ വിഷയത്തിൽ എന്ന് ആവശ്യപ്പെട്ടിരുന്നു കെജ്രിവാൾ. പക്ഷേ അതിനുള്ള അനുവാദം ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പുതിയ സമരമുഖം തുറക്കാനായി അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുകയാണ്. യുവജനങ്ങളുടെ അടക്കം പിന്തുണ ഈ വിഷയത്തിൽ കെജ്രിവാൾ തേടുകയും ചെയ്യുന്നു. BJPക്കും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആത്മോ. സാഹചര്യം മാറുന്നതനുസരിച്ച് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ തനിക്കും തൻ്റെ ഭർത്താവിനും വിവിധ ചാപ്പകൾ പതിച്ചു നൽകുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. പതാകകൾ വ്യത്യസ്തമാണെങ്കിലും രണ്ട് പാർട്ടികളുടെയും രീതി ഒന്നു തന്നെയാണ് എന്നും ഗീതാഞ്ജലി വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സമൂഹ മാധ്യമത്തിലാണ് ഈ വിമർശനം. വാങ്ചുക്ക് അറസ്റ്റിലായപ്പോൾ BJP IT സെൽ ഞങ്ങളെ രാജ്യവിരുദ്ധരെന്നും ചൈനീസ് ഏജന്റെന്നും വിദേശ ഫണ്ട് വാങ്ങുന്നവരെന്നും വിളിച്ചു. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരവും കഴിഞ്ഞ ദിവസം നടത്തിയ സമരവും ആത്മാർത്ഥയില്ലാത്തതാണെന്ന് ഞങ്ങൾ പറഞ്ഞതോടെ ഞങ്ങളെ സംഘികളെന്നും RSSൽ നിന്നും BJPയുടെ ശിങ്കിടികളെന്നുമാണ് പരിഹാസമുണ്ടായത് എന്നും ഗീതാഞ്ജലി പറയുന്ന പശ്ചാത്തലമുണ്ട്. കൊടികൾ വ്യത്യസ്തമാണെങ്കിലും രീതികൾ ഒന്നാണ്. അതിൻ്റെ ജീർണത നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ സംസ്കാരത്തെ ബാധിച്ചു എന്നും ഗീതാഞ്ജലി വിമർശിക്കുകയാണ്. കേവലം ഭരണമാറ്റമല്ല, മറിച്ച് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന വ്യാകരണത്തിൽ രാജ്യത്ത് മാറ്റം വരണം എന്നാണ് ഗീതാഞ്ജലി ആവശ്യപ്പെടുന്നത്. ഏതായാലും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായുള്ള ഒരാൾ കൂടിയാണ് ഗീതാഞ്ജലി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. സിംബാബ്വെക്കെതിരെയുള്ള 2020 മത്സരത്തിൽ തുടർച്ചയായ 3 മത്സരങ്ങളിലും അതിശക്തമായ ഫോമിലായിരുന്നു വൈഭവ് സൂര്യവംശി. ഇതിന് പിന്നാലെ വൈഭവ് സൂര്യവംശിയെ പ്രശംസിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാൻ രംഗത്ത് വരികയാണ്. ഇർഫാൻ പഠാൻ്റെ വിമർശനം അല്ലെങ്കിൽ കൈ വിരൽ ചൂണ്ടിയത് സഞ്ജു സാംസൺ നേരെയാണ്. കാരണം സഞ്ജുവിൻ്റെ പൊസിഷനിലാണല്ലോ വൈഭവ് സൂര്യവംശി ഇപ്പോൾ ഇന്ത്യൻ 2020 ടീമിൽ കളിക്കുന്നത്. അത് സിംബാബ്വെ പര്യടനത്തിൽ മാത്രമായിരിക്കുമെന്നാണ് സെലക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം സഞ്ജു ടീമിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ അജിത് അഗാർക്കർ വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സഞ്ജു സാംസന് തിരിച്ചുവരവ് കൂടുതൽ പ്രയാസകരമാകുമെന്നാണ് ഇർഫാൻ പഠാൻ്റെ വിലയിരുത്തൽ. ഈ കുട്ടി ആരുടെ സ്ഥാനത്താണോ കയറിപ്പറ്റിയത് അവരെ ഇനി തിരികെ വരാൻ ഇയാൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അത്രയേറെ അപൂർവമായ പ്രതിഭയാണ് വൈഭവ് സൂര്യവംശി എന്നും ഇർഫാൻ പഠാൻ വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ട് പരമ്പരയിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല എങ്കിലും സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ 15-കാരനായ വൈഭവ് സൂര്യവംശി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 മത്സരങ്ങളിൽ നിന്ന് 50.33 ശരാശരിയിൽ 196.1 സ്ട്രൈക്ക് റേറ്റിൽ 151 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. അതേസമയത്ത് വൈഭവിനൊപ്പം ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ പൂർണ്ണമായും പരാജയപ്പെട്ടതും നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ 3 പര്യടനങ്ങളിലെ 10 മത്സരങ്ങളിൽ കേവലം 150 റൺസ് മാത്രമാണ് അഭിഷേക് ശർമ്മയ്ക്ക് നേടാനായത്. ഇന്ത്യ ഏറ്റവും വലിയ റൺവേട്ടക്കാരനും സിംബാബ്വെ പര്യടനത്തിൽ റൺവേട്ടക്കാരനും മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസും ഒക്കെ വൈഭവ് സൂര്യവംശിയായിരുന്നു. അതുമാത്രമല്ല, വൈഭവിനുള്ള പ്രശംസ ഇർഫാൻ പഠാനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ടീമിൻ്റെ താൽക്കാലിക കോച്ച് കൂടിയായ VVS ലക്ഷ്മൺ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൻ വളർച്ചയാണ് വൈഭവിൻ്റെ കളിയിലും വ്യക്തിത്വത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അത് അണ്ടർ-19 ലോകകപ്പിന് പിന്നാലെ IPLലും താരം ആധിപത്യം പുലർത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർമാരെ നേരിടുമ്പോഴും താരം കാണിക്കുന്ന പക്വതയും ധാരണയും പ്രശംസനീയമാണ്. ഏത് കടുപ്പമേറിയ സാഹചര്യവും കൈകാര്യം ചെയ്യാൻ അവന് സാധിക്കുന്നുണ്ട്. 3ാം 2020ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇത് ലക്ഷ്മൺ വ്യക്തമാക്കിയത്. പിന്നീട് സമൂഹ മാധ്യമത്തിലും ലക്ഷ്മൺ ഇക്കാര്യം കുറിക്കുകയുണ്ടായി. അങ്ങനെ വൈഭവ് സൂര്യവംശിയെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ. പക്ഷേ അപ്പോൾ സഞ്ജു സാംസന്റെ ഭാവി ടീമിലെ സ്ഥാനം തുലാസിലാകുമോ എന്നുള്ളതാണ് സഞ്ജു ആരാധകർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി അർജന്റീനയ്ക്കെതിരെയുള്ള ഒരു ഭീമൻ ഹർജി, ഒരു ഓൺലൈൻ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. മറ്റൊന്നുമല്ല, അർജന്റീനയെ ഇനിയുള്ള ലോകകപ്പുകളിൽ നിന്ന് വിലക്കണമെന്നാണ് ആവശ്യം. സ്പെയിനുമായുള്ള ഫൈനൽ മത്സരത്തിന് ശേഷം അർജന്റീനൻ താരങ്ങൾ ഗ്രൗണ്ടിൽ കാണിച്ച അക്രമം അത് വല്ലാതെ ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ
അർജന്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ വീണ്ടും നടത്തണം എന്നാവശ്യപ്പെട്ട് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ 3 ലക്ഷം പേർ ഈ ഹർജിയിൽ ഒപ്പുവെച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അതിൽ ഓൺലൈൻ ഹർജിയിൽ ഈ ഒപ്പ് വരുമ്പോൾ അർജന്റീനയുടെ 1-0 തോൽവിക്ക് പിന്നാലെ അർജന്റീനയുമായി ബന്ധപ്പെട്ട ആരാധകരാണ് ഈ ഹർജി ആരംഭിച്ചത്. ലോക ഫൈനൽ റദ്ദാക്കി വീണ്ടും മത്സരം നടത്താൻ ഫിഫയ്ക്ക് കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എങ്കിൽ പോലും change.org എന്ന സൈറ്റിൽ അർജന്റീന ആരാധകയായ ഗിസലെ സാഞ്ചസ് ആണ് ഈ ഹർജി ആരംഭിച്ചത്. ഫൈനൽ മത്സരത്തിൽ സ്ലോവേനിയൻ റഫറി സ്ലാവ്കോ വിൻവിച്ച് നടത്തിയ ചില തീരുമാനങ്ങൾ മത്സരഫലത്തെ സ്വാധീനിച്ചു എന്നാണ് ആരോപണം. റഫറിയുടെ പ്രകടനം ഫിഫ പരിശോധിക്കണമെന്നും മത്സരം വീണ്ടും നടത്തണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് ഒപ്പുകൾ കിട്ടി. പിന്നീട് ഇപ്പോൾ 3 ലക്ഷത്തിലധികം പേരുടെ പിന്തുണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് പ്രായോഗികമായ ഒരു ആവശ്യമല്ല. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പുറത്ത് ഫിഫയ്ക്ക് ഒരു മത്സരം വീണ്ടും നടത്താനാവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു ലോകകപ്പ് മത്സരത്തിൻ്റെ ഫലം മാറ്റുകയോ റീപ്ലേ അനുവദിക്കുകയോ ചെയ്യണമെങ്കിൽ അതീവ അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. മത്സരത്തിലെ ഒത്തുകളി തെളിയണം, അയോഗ്യനായ താരത്തെ കളിപ്പിച്ചതായി സ്ഥിരീകരിക്കണം, ഗുരുതരമായ ഭരണപരമായ ചട്ടലംഘനം തെളിയണം. അതൊക്കെ വന്നാൽ മാത്രമേ ഫിഫയ്ക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റൂ. പക്ഷേ അർജന്റീനയ്ക്ക് അനുകൂലമായും ആരാധകർ രംഗത്ത് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. 2022 സമാനമായി തന്നെ ഒരു ഹർജി ഫ്രാൻസ് അർജന്റീനയോട് തോറ്റതിന് പിന്നാലെ മത്സരം വീണ്ടും നടത്തണമെന്നൊക്കെ ആരാധകർ ആവശ്യപ്പെടുകയും ഓൺലൈൻ ഹർജിയുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. അന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ കിട്ടിയെങ്കിലും ഫിഫ അത് മൈൻഡ് ചെയ്തേ ഇല്ല. അങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്തായാലും അർജന്റീന ആരാധകരുടെ ആവശ്യം അതിപ്പോൾ ഓൺലൈൻ മീഡിയയിൽ വൈറലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവേള. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2499 രൂപയാണ് നഷ്ടമായത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കോൺഗ്രസിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഒന്നാണ് ഒരു ഫാമിലിക്കുള്ള പൂർണ്ണ ഇൻഷുറൻസ്. അത് പ്രഖ്യാപനത്തിലെത്തിയിട്ടേ ഉള്ളൂ, നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് തന്നെ ഈ തട്ടിപ്പുകാർ രംഗത്ത് ഇറങ്ങിയോ? ാണ് ഇത്തരത്തിലൊരു പരസ്യം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ധൻ യോജന പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിലുള്ളതാണ്. ധൻ യോജന പദ്ധതി പ്രകാരം ഒരാള് 2499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ 5000 രൂപ ലഭിക്കും. അക്കൗണ്ടിൽ 5000 രൂപ ലഭിക്കും. ഇത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടാണ് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാപകമായിട്ടുള്ള ഒരു പരസ്യം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിക്കുന്നത്. ഇത് കണ്ടാണ് വടക്കേക്കര സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അയാളുടെ അക്കൗണ്ടിൽ നിന്നും 2499 രൂപ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നീട് വളരെയേറെ നേരം ദിവസങ്ങൾ കാത്തിരുന്നിട്ടും ഈ 5000 രൂപ ലഭിക്കാത്തതോടുകൂടിയാണ് ഇത് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാകുകയും പിന്നീട് ആലുവ സൈബർ പോലീസിന് പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഇതാരാണ് ഇതിന് പിന്നിലെന്നും ഇതിൽ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരായിട്ടുള്ള അന്വേഷണമൊക്കെ വ്യാപകമായി തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഇതുപോലെ നിരവധി പേർ തട്ടിപ്പിനിരയായി എന്നൊരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇത്തരത്തിലൊരു പദ്ധതിയുടെ പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്കോ ഒന്നും എത്തിയിട്ടുമില്ല. അതൊരു പ്രഖ്യാപനമായി മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആരും വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സൈബർ പോലീസ് നൽകുന്നത്. നമുക്കറിയാം നിരവധി ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരിലും അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഒക്കെ പേരിൽ നിരവധി തട്ടിപ്പുകൾ സ്ഥിരമായി നമ്മൾ കാണുന്നുണ്ട്. അതിന് ഏറ്റവും ഒടുവിലായിട്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ തന്നെ ഒരു യുവാവിനാണ് പണം നഷ്ടമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2499 രൂപ ഇവർ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ഓരോ വീട്ടിലെയും ഓരോ അംഗങ്ങൾക്ക് 5000 രൂപ വീതം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ ആ ഇൻഷുറൻസ് ക്ലെയിമിന്റെ പേരിലായിരുന്നു ഇപ്പോൾ തട്ടിപ്പ് നടത്തിയതും യുവാവിന് പണം നഷ്ടമാവുകയും ചെയ്തത്. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി എന്നൊരു സംശയമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നതും. രഞ്ജിത്ത്. ശരി നവമി. കോഴിക്കോട് മുണ്ടുപാലത്ത് വീടിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെറീഖാണ് മരിച്ചത്. ഇയാളുടെ സുഹൃത്തായ ഇരിങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ് കസ്റ്റഡിയിലാണ്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, വിവരങ്ങൾ.
രഞ്ജിത്ത്, അങ്ങേറ്റം ദുരൂഹമായ സാഹചര്യത്തിലാണ് മുണ്ടുപാലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടകയ്ക്ക് 2 യുവാക്കൾ താമസിക്കുന്ന ഇടത്തായിരുന്നു ഇരിങ്ങല്ലൂർ സ്വദേശിയായ ഷെരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ സുഹൃത്തായ മുഹമ്മദ് അഷ്റഫ് എന്നയാൾ ഈ മരണം സംബന്ധിച്ച് പന്തരാംകോട് പോലീസിൽ അർദ്ധരാത്രി തന്നെ വിവരം അറിയിച്ചു. താൻ സുഹൃത്തിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അഷ്റഫ് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് പന്തരാംകോട് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. എന്നാൽ ഈ കൊലപാതകം നടത്തി അല്ലെങ്കിൽ കൊലപാതകമാണ് നടത്തിയത് എന്ന സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. വിവരം നൽകിയ അഷ്റഫിനെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നെന്നാണ് പോലീസിന് ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്ത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വരികയുള്ളൂ. ശരി. ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയെ രാജ്യത്ത് തന്നെ മുൻനിര സ്ഥാപനമായി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് രമേശൻ. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? അദ്ദേഹം ഈ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ഈ അർബുദ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഭൗതികദേഹം കോഴിക്കോട് എത്തിക്കും. ആദ്യം തൊണ്ടയാടുള്ള ഊരാളുങ്കൽ സൈബർ പാർക്കിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ സ്വദേശമായ വടകരയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 100 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ഒരു കൂലിപ്പണിക്കാരുടെ സ്വയം സഹായ സംഘം എന്ന രീതിയിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ മേഖലയിലെ കമ്പനിയായി മാറിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും തന്ത്രപരമായ കഴിവ് നിർവഹിച്ച ആൾ കൂടിയാണ് രമേശൻ. 30 വർഷം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം വലിയ പുരോഗതിയാണ് ഊരാളുങ്കലിന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും അതും കൃത്യമായ ഗുണനിലവാരത്തിൽ പൂർത്തിയാക്കുന്നതിനും ഊരാളുങ്കൽ വലിയ പേരുകേട്ട സ്ഥാപനമാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പല സർക്കാർ പ്രവൃത്തികളും തീർത്തു നൽകിയതിന് വിവിധ ഗവൺമെന്റുകൾ ഭരിക്കുമ്പോൾ ഈ ഊരാളുങ്കലിനും വലിയ അപ്രീസിയേഷൻ പല രീതിയിൽ നിന്നും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ രമേശിന്റെ ഒരു ദൃഷ്ടി ഉണ്ടായിരുന്നു. ഇത് കേവലം ഈ കരാർ മേഖലയിൽ മാത്രമല്ല, സൈബർ പാർക്ക് പോലുള്ള യൂണിവേഴ്സിറ്റി സൈബർ പാർക്ക് കോഴിക്കോടൊക്കെ ഉള്ള അത്തരം സൈബർ പാർക്കുകളും മറ്റ് നിർമ്മാണ രംഗത്തെ പ്രവർത്തനങ്ങൾ, ഒപ്പം ഈ കരകൗശല വസ്തുക്കളുടെ പ്രദർശനത്തിനും വിപണനത്തിനും വേണ്ടിയുള്ള സർഗാലയ പോലുള്ള സംരംഭങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും ഊരാളുങ്കലിനെ വലിയ ഒരു സാമ്രാജ്യത്തിലേക്ക് നയിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് രമേശൻ. എന്തായാലും അദ്ദേഹത്തിന്റെ നിര്യാണം ഊരാളുങ്കലിന് വലിയ നഷ്ടമാണ്. ഒപ്പം കേരളത്തിലെ ഇത്തരം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളൊക്കെ പൂർത്തിയാക്കുന്ന നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ശരി അനീഷ്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ. താഴെ ചൊവ്വ സ്വദേശി പി മുഹമ്മദ് അസ്ലമാണ് പിടിയിലായത്. കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. 20,000 ആയിരുന്നു ആവശ്യപ്പെട്ടത്. പണവുമായി അപേക്ഷകനോട് കാൽടെക്സ് പരിസരത്തെത്താൻ ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. കൈക്കൂലി കിട്ടാനായി 10 മാസമായി അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ മൂന്നുമുക്ക് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. അപകടത്തെ തുടർന്ന് ലോറിയിലും ഹോട്ടലിലും തീപിടിച്ചു. ആറ്റിങ്ങൽ കല്ലമ്പലം അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നുള്ള 2 യൂണിറ്റ് വാഹനങ്ങൾ സ്ഥലത്തെത്തി. മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഈ അപകടം. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിച്ചു. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സംഭവ സമയത്ത് ഹോട്ടലിൽ 6ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഈ ലോറി കുതിച്ച് പാഞ്ഞു വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പാലക്കാട് മണ്ണാർക്കാട് ജീപ്പ് തലകീഴായി മറിഞ്ഞു. നവീകരണം നടക്കുന്ന റോഡിലാണ് അപകടം. എതിരെ വന്നിരുന്ന ബസ്സിനെ വെട്ടിച്ചപ്പോഴാണ് അപകടം. ഓടിക്കൂടിയ നാട്ടുകാരാണ് ജീപ്പിൽ നിന്നും ഡ്രൈവറെ പുറത്ത് എടുത്തത്. കരിങ്കലത്താണി സ്വദേശിയുടെ ജീപ്പാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് പുതുപ്പാടി ഒടുങ്ങാക്കാടയിൽ വാഹനാപകടം. 4 പേർക്ക് പരിക്കേറ്റു. താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന സ്കൂട്ടറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു.
നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് യുവാവിന് 4 അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. മാരായമുട്ടം തത്തിയൂർ തെങ്ങുവിളക്കുഴി ഷെറീഫിനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാമ്പത്തിക തർക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവറായ ഷെറിൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെട്ടിച്ചിറയിൽ ടോൾ പ്ലാസ ഉപരോധിച്ച് സമരം ചെയ്ത് ആംബുലൻസ് ഡ്രൈവർമാർ. കുറ്റിപ്പുറത്ത് ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുമായി പോയ ആംബുലൻസുകൾ കടത്തിവിടാതിരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രക്ഷോഭം തങ്ങൾക്ക് വേണ്ടിയല്ലെന്നും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു. കുറ്റിപ്പുറത്ത് ബസ് അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ രോഗികളുമായി പോയ ആംബുലൻസ് കടത്തിവിട്ടില്ലെന്നാരോപിച്ചായിരുന്നു സമരം. വെട്ടിച്ചിറ ടോൾ പ്ലാസ ജീവനക്കാർ അത്യാഹിത രോഗിയുമായി പോയ ആംബുലൻസിന് വഴിയൊരുക്കിയില്ലെന്നാരോപിച്ച് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഉപരോധിച്ച് സമരം ചെയ്തു. ആംബുലൻസുകൾ ടോൾ പ്ലാസയിലെ ട്രാക്കിൽ നിർത്തിയിട്ടുകൊണ്ടായിരുന്നു സമരം. ആംബുലൻസുകൾ ട്രാക്കിൽ നിർത്തിയിട്ട് മുദ്രാവാക്യം വിളികളുമായി സമരക്കാർ പ്രകടനം നടത്തി. ടോൾ പ്ലാസ ജീവനക്കാരുടെ ധിക്കാരം നിറഞ്ഞ പ്രവർത്തിക്കെതിരെ നടപടി വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം തങ്ങൾക്ക് വേണ്ടിയല്ലെന്നും നാട്ടുകാർക്ക് വേണ്ടിയാണ് തങ്ങൾ സമരം ചെയ്യുന്നതെന്നും ആംബുലൻസ് ഡ്രൈവർമാർ വ്യക്തമാക്കി. ഞായറാഴ്ച കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിൽപ്പെട്ട് അത്യാഹിത നിലയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിനാണ് വഴിയൊരുക്കാതെ ടോൾ പ്ലാസ ജീവനക്കാർ തടഞ്ഞത്. ആംബുലൻസ് വരുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടും ട്രാക്ക് ഒഴിവാക്കിയിടാതെ അവഗണിക്കുകയായിരുന്നു. ഇതുമൂലം മിനിറ്റുകളോളമാണ് ആംബുലൻസ് ടോൾ പ്ലാസയിൽ കുടുങ്ങിക്കിടന്നത്. ന്യൂസ് 18 തിരൂർ.